ഹലോ. സോ നമുക്ക് ഇന്ന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് റൂബ്രിക്സ്. ഓക്കെ, റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂബ്രിക്സ് മീൻസ് ഇറ്റ്സ് എ സ്കോറിംഗ് ഗൈഡ്. ഓക്കെ, സ്കോറിംഗ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു എക്സാം ഇടുകയാണെങ്കിൽ ആ എക്സാമിനെ നമ്മൾ എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റിന് എന്ത് ആൻസർ എഴുതിയാലാണ് നമ്മൾ അതിന് മാർക്ക് കൊടുക്കുന്നത്, എത്ര മാർക്കാണ് കൊടുക്കുന്നത് എന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തരുന്നതാണ് എന്ത്, ഈ റൂബ്രിക്സ് എന്ന് പറയുന്നത്. സോ റൂബ്രിക്സ് ഇസ് എ സ്കോറിംഗ് ഗൈഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് കൺസ്ട്രക്റ്റഡ് റെസ്പോൺസസ്. അതായത് സ്റ്റുഡൻസ് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത റെസ്പോൺസസിന്റെ ക്വാളിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അത് എന്തിൽ ബേസ് ചെയ്തിട്ടാണ്, എന്ത് ഗൈഡിൽ ബേസ് ചെയ്തിട്ടാണ്? റൂബ്രിക്സ് എന്ന് പറഞ്ഞൊരു ഗൈഡിൽ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, പക്ഷെ അത് എങ്ങനെ പറയണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ സിംപ്ലർ ടേം ഇറ്റ് സെർവ്സ് ആസ് എ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഫോർ ഗൈഡിങ് അസൈൻമെന്റ്സ്. അസൈൻമെന്റ്സ് മാത്രമല്ല, ഏതൊരു ടെസ്റ്റിനും ഇതെന്താണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ റൂബ്രിക്സ് എന്ന സിംപ്ലർ ടേമിൽ നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാ, അതായത് നമ്മൾ കോമൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മാർക്ക് ഇടണമോ, ഗ്രേഡ് ചെയ്യണമോ, അതിനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയയുടെ സെറ്റ് ആണ് എന്ത് നമുക്ക് കിട്ടുന്ന ഈ റൂബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടിപ്പിക്കലി പ്രസന്റഡ് ഇൻ എ ടേബിൾ ഫോർമാറ്റ്, റൂബ്രിക് കണ്ടെയ്ൻസ് ഇവാലുവേറ്റീവ് ക്രൈറ്റീരിയ, quality definitions for various levels of achievements and scoring strategy. അപ്പൊ റൂബ്രിക്സ് യൂഷ്വലി എങ്ങനെയാ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? ഒരു ടാബുലർ ഫോർമാറ്റിലാണ് റൂബ്രിക്സ് ഉണ്ടാവുക. അപ്പൊ ഈ ടാബുലർ ഫോർമാറ്റിലെ റൂബ്രിക്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഇവാലുവേറ്റീവ് ക്രൈറ്റീരിയ ഇൻക്ലൂഡഡ് ആണ്, ക്വാളിറ്റി ഡെഫിനിഷൻസ് ഇൻക്ലൂഡഡ് ആണ്, അതേപോലെ തന്നെ സ്കോറിംഗ് സ്ട്രാറ്റജിയും ആ റൂബ്രിക്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഇത് രണ്ടുപേർക്കും ഉപകാരമാണ്. നമ്മുടെ ടീച്ചറിന് ഉപകാരപ്പെടുന്നുണ്ട്, സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം? ഈ റൂബ്രിക്സ് ബേസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ സ്കോറിംഗ് ചെയ്യാം, അല്ലെ? കുട്ടികളുടെ അസൈൻമെന്റ്സ് ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും എല്ലാം മാർക്ക് ചെയ്യാം. എന്നാൽ സ്റ്റുഡൻസിന് എങ്ങനെയാണ്? ഇപ്പൊ റൂബ്രിക്സ് നേരത്തെ അറിയാമെങ്കിൽ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം? അവരുടെ വർക്ക് മാർക്ക് കിട്ടുന്നത് പോലെ അവർക്ക് ആ റൂബ്രിക്സ് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഹൗ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് യൂസ് ദ റൂബ്രിക്സ്. അപ്പൊ രണ്ടു പേർക്കും, അതായത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഈ റൂബ്രിക്സ് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ടൈപ്സ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഈ ഒരു ഫോമിലാണ് ഞാൻ ടൈപ്സ് തന്നിരിക്കുന്നത്. ടൈപ്സ് ഓഫ് റൂബ്രിക്സ് ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ടൈപ്പ് എന്തായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള റൂബ്രിക്സ് ആവാം, അല്ല നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ബൈഫിക്കേഷൻസും ഇട്ടിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റൂബ്രിക്സും ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഈ ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയ എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അതിനെ അസസ് ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് റൂബ്രിക്സിനെ എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. One is called analytic rubrics and second one is called holistic rubrics. അപ്പം analytic rubrics എന്ന് പറഞ്ഞാൽ എന്താണ്? അനാലിറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? കുറച്ച് അനാലിസിസ് ഒക്കെ കൂടെ ചേർന്നതിനെയാണ്, അല്ലെ? അപ്പം അതെന്ന് പറയുമ്പോൾ, അനാലിറ്റിക് എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റൂബ്രിക്സ് ആണ് എന്ത്? അനാലിറ്റിക് റൂബ്രിക്. അപ്പൊ അതിനൊരു ഡയമെൻഷൻ മതിയാവില്ല, അതിനെന്ത് വേണം? പല തലങ്ങളിൽ നമ്മളൊരു അനാലിസിസ് അവിടെ നടത്തുന്നുണ്ടാവും. ഓക്കെ, അതായത് പല തലങ്ങളിൽ നമ്മൾ ആ ഒരു ടെസ്റ്റിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോ നമ്മൾ എഴുതുന്ന ടെസ്റ്റ് മാത്രം വിചാരിക്കരുത്. എന്താണ്, ഇപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ് നടക്കുന്നതെന്ന് വെച്ചോ. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇപ്പൊ ഒരാള് നമ്മൾ ഒരു സ്പീച്ച് കൊടുത്തു, ആ കുട്ടി പറയുന്ന അനുസരിച്ചാണ് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ കുട്ടിയുടെ ഫ്ലുവൻസി ചെക്ക് ചെയ്യാം, അതേപോലെ ക്ലാരിറ്റി ചെക്ക് ചെയ്യാം, വൊക്കാബുലറി ചെക്ക് ചെയ്യാം, സ്പീഡ് ചെക്ക് ചെയ്യാം, ഗ്രാമർ ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? എന്റെ ഇവാലുവേഷൻ ഇതൊക്കെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാ? ഫ്ലുവൻസി, ക്ലാരിറ്റി, വൊക്കാബുലറി, സ്പീഡ്, ഗ്രാമർ എന്ന പോയിന്റ്സ് ഒക്കെയാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ സ്പീച്ചിനെ എന്ത് ചെയ്യും? ആ സ്പീച്ചിനെ ആ കുട്ടി പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ, ഈ ഫ്ലുവന്റ് ആണെങ്കിൽ ഫ്ലുവൻസി, അതിപ്പോ ഫ്ലുവൻസിക്ക് ഞാൻ കൊടുക്കുന്നത് 2 മാർക്കായിരിക്കും. ഇപ്പൊ 10 ഫുൾ മാർക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ 10 മാർക്കിനെ ഈ ഒരു 5 കാറ്റഗറിയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ 5 കാറ്റഗറി, ഓരോ കാറ്റഗറിക്കും 2 മാർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യും? ഇപ്പൊ ഫ്ലുവന്റ് ആണെങ്കിൽ ഞാൻ കൊടുക്കും, ഫ്ലുവൻസിക്ക് 2 മാർക്ക് കൊടുക്കും. ക്ലാരിറ്റി വലിയ ക്ലിയർ അല്ലെങ്കിൽ ക്ലാരിറ്റിക്ക് ഞാൻ എത്ര മാർക്കേ കൊടുക്കുള്ളൂ? 1 മാർക്കേ കൊടുക്കുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്? ബൈഫർക്കേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ആയിട്ട് ഞാൻ അവിടെ മാർക്ക് ഇടാൻ ശ്രമിക്കുകയാണ്. സോ ഈ ഒരു ടൈപ്പ് ഉള്ള റൂബ്രിക്സ്, അതായത് നമ്മൾ പിന്നെയും ബൈഫർക്കേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും അവിടെ ജഡ്ജ് ചെയ്യുന്ന ആ തരം റൂബ്രിക്സിനെയാണ് നമ്മൾ അനാലിറ്റിക് റൂബ്രിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഹോളിസ്റ്റിക് റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറയുന്നത് നമ്മൾ ആകെ മൊത്തം ഒരു സ്കോർ കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു പെർഫോമൻസ് കണ്ടു, അല്ലെ? ഈ ഒരു പെർഫോമൻസിന് നമ്മളൊരു മാർക്ക് ഇടുകയാണ്. ഇപ്പൊ ഒരു കോഴ്സ് വൈവിയാന്ന് വെച്ചോ. കോഴ്സ് വൈവിക്ക് എന്താ ഉണ്ടാവുക? നമ്മൾ ഓവറോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഇപ്പൊ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? A+ കൊടുക്കും.
അപ്പം അതെന്താ ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു സ്കോറിംഗ് പ്രൊസീജിയർ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിരിക്കും. ആൻഡ് യൂഷ്വലി നമ്മൾ ഹോളിസ്റ്റിക് ചെയ്യുന്നത് എങ്ങനത്തെ പ്രോസസ്സിലായിരിക്കും, നമ്മൾ ഈ സമ്മേറ്റീവ് അനാലിസിസ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ യൂഷ്വലി ഹോളിസ്റ്റിക് അനാലിസിസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഫസ്റ്റ് റൂബ്രിക്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ഫസ്റ്റ് രണ്ട് കാറ്റഗറി ഏതൊക്കെയാണ്, അനാലിറ്റിക്, ഹോളിസ്റ്റിക്. ഇനി പിന്നെയും നമ്മുടെ റൂബ്രിക്സ് പെർഫോമൻസ് ടാസ്ക് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത് തന്നിരിക്കുന്നത്, ജനറൽ റൂബ്രിക്സും ടാസ്ക് സ്പെസിഫിക് റൂബ്രിക്സും. അപ്പൊ പേരുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഉണ്ട് അല്ലെ. ജനറൽ റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജനറൽ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആയിരിക്കും. ഇപ്പൊ പല ടാസ്ക് പല കാര്യങ്ങൾ, ഇപ്പൊ അസൈൻമെന്റ് നോക്കുന്ന അതേ റൂബ്രിക്സ് വെച്ച് തന്നെ നമുക്കൊരു പ്രോജക്ട് റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ, അതേപോലെ ഒരു സെമിനാർ റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്യാം, അതേപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റും കൂടി ഇവാലുവേറ്റ്. സോ അതെന്താണ്, ഒരു ജനറൽ റൂബ്രിക്സ് ആണ്. എന്നാൽ ടാസ്ക് സ്പെസിഫിക് എന്ന് പറയുന്നത് അത് നമുക്ക് ആ ഒരു ടാസ്ക് ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ മൈക്രോ ടീച്ചിങ്ങിന് ഇവാലുവേഷൻ വെക്കുക. മൈക്രോ ടീച്ചിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. നമ്മൾ ടീച്ചിങ്ങിന് പോകുന്നതിന് മുന്നേ നമ്മൾ ആ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് മൈക്രോ ടീച്ചിങ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ടീച്ചിങ്ങിനെ തന്നെ നമ്മൾ വിഭജിച്ച് ഒരു എന്താ പറയുക, ചെറിയ സമയത്തിന് ചെറിയ ടോപ്പിക്ക് അങ്ങനെ നമ്മൾ ടീച്ച് ചെയ്ത പ്രാക്ടീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ മൈക്രോ ടീച്ചിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന റൂബ്രിക്സ് അത് നമുക്ക് വേറെ എന്തിനേലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം ആ റൂബ്രിക്സ് എന്താണ്, ടാസ്ക് സ്പെസിഫിക് ആണ്. ഓക്കെ, സോ അതാണ് ഈ ടാസ്ക് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റൂബ്രിക്സ്. അത് വേറെ ഒന്നിലും നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാനും പറ്റുന്നില്ല. എന്നാൽ ജനറൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പല ടാസ്കിലും കോമൺ ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂബ്രിക്സിനെയാണ് നമ്മൾ ജനറൽ റൂബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ്. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് ഇൻ ക്രിയേഷൻ എ റൂബ്രിക്സ്. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, ഒരു 5 സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഐഡന്റിഫൈയിങ് ദ പെർഫോമൻസ് ക്രൈറ്റീരിയ. എന്താ വേണ്ടത്, നമ്മൾ ആദ്യം എന്താണ് നമ്മൾ അസസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ സ്കില്ലാണോ, നോളജ് ആണോ, ബിഹേവിയർ ആണോ, സോ അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐഡന്റിഫൈയിങ് ദ പെർഫോമൻസ് ക്രൈറ്റീരിയ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് എന്ന് പറയുന്നത് സെറ്റിംഗ് പെർഫോമൻസ് ലെവൽ ആണ്. സെറ്റിംഗ് പെർഫോമൻസ് ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു എന്താ പറയാ പെർഫോമൻസ് എങ്ങനെ ചെയ്താലാണ് നമ്മൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ലെവൽ സ്കെയിൽ ക്രിയേറ്റ് ചെയ്യാണ്. ഒന്നുകിൽ ഒരു എക്സലന്റ്, ഗുഡ്, മീറ്റ്സ് എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലെവൽ ചെയ്തിട്ടില്ലേ. അപ്പം ആ ഒരു ലെവൽ സ്കെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതായിരിക്കും നമ്മുടെ ലെവൽസ്, ഇങ്ങനെയായിരിക്കും നമ്മൾ ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏത് കുട്ടി വന്നാലും നമ്മൾ ഈ ഒരു 5 പോയിന്റ് വെച്ചു അല്ലെങ്കിൽ 3 പോയിന്റ് വെച്ചു. ഓക്കെ, എക്സലന്റ്, മീറ്റ്സ് എക്സ്പെക്ടേഷൻ, പുവർ എന്ന 3 പോയിന്റ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഏത് കുട്ടി വന്നാലും അതിന്റെ ബേസിസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യണം. ആദ്യത്തെ കുട്ടി വന്നു, ആ കുട്ടി മീറ്റ്സ് എക്സ്പെക്ടേഷൻ ആണ്, മോഡറേറ്റ്, സാറ്റിസ്ഫാക്ടറി. ഓക്കെ, അപ്പം അതിൽ ടിക്ക് ചെയ്തു. സെക്കൻഡ് കുട്ടി വന്നു, തീരെ മോശമായിട്ട് പാടി, അപ്പൊ ആ കുട്ടിക്ക് എന്ത് കൊടുത്തു, പുവർ കൊടുത്തു. അപ്പം ആ ഒരു പെർഫോമൻസ് ലെവൽസ് ഏതൊക്കെയാണ് എന്നുള്ളത്, ഇപ്പം A+A, B+B, അതോ A B C മതിയോ, അങ്ങനെയുള്ള ലെവൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ്. ആദ്യം എന്താണ്, ഐഡന്റിഫൈങ് ദ പെർഫോമൻസ് ക്രൈറ്റീരിയ. സെക്കൻഡ് ഇസ് സെറ്റിംഗ് പെർഫോമൻസ് ലെവൽസ്. ഇനി മൂന്നാമത്തതാണ് ക്രിയേറ്റിംഗ് പെർഫോമൻസ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം, പെർഫോമൻസ് ഡിസ്ക്രിപ്ഷനും ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വരും എന്താണ്, വാട്ട് ഈച്ച് ലെവൽ ലുക്സ് ലൈക്ക്. അതായത് ഏത് ലെവലും എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പൊ ഗുഡ് ആണെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെയുള്ള പെർഫോമൻസ് ആണ് ഗുഡ്, എക്സലന്റ് ആണെങ്കിൽ എങ്ങനെയുള്ള പെർഫോമൻസ് ആണ് നമ്മൾ എക്സലന്റ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ലെവലിലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ളതാണ് എന്ത്, ഓർഗനൈസിങ് ഡിസ്ക്രിപ്ഷൻ ഇൻ ടു എ ടെന്റേറ്റീവ് റൂബ്രിക്സ്. അതെന്താണ്, നമ്മൾ ഈ എന്താ പറയാ, നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞു എന്താ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതിന്റെ ലെവൽസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിന്റെ ഓരോന്നിന്റെയും ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. അപ്പൊ റൂബ്രിക്സ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത്, യൂഷ്വലി ഇൻ ടാബുലാർ ഫോർമാറ്റ് എന്നാ പറഞ്ഞത് അല്ലെ. അപ്പം ഈ നമ്മൾ ഫൈനലൈസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, റോസ് ആൻഡ് കോളത്തിൽ റെപ്രസെന്റ് ചെയ്യണം, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓരോ കുട്ടിയുടെ പേരായിരിക്കും റോസിൽ വരുന്നുണ്ടാവുക, എന്നിട്ട് കോളത്തിൽ വരുന്ന എന്തുണ്ടാവുക, ഓരോ നമ്മൾ എന്തൊക്കെയാണ് അവിടെ നോക്കുന്നത് എന്നുള്ളതായിരിക്കും കോളത്തിൽ. നമ്മൾ ഏത് ലെവലാണോ അവിടെ എന്താ പറയാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ ലെവൽസ് നമുക്ക് എന്ത് ചെയ്യാം,
കോളത്തിൽ എഴുതാം. പിന്നെയാണ് എന്ത് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇവാലുവേറ്റിംഗ് ആൻഡ് റിവൈസിംഗ് ദ ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പൊ റൂബ്രിക്സ് അല്ലെ. അപ്പൊ ഈ റൂബ്രിക്സ് ഉണ്ടാക്കിയത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ നോക്കിയിട്ട് ഈ ക്രൈറ്റീരിയ തന്നെ മതിയോ, ഇതിലെല്ലാം ക്ലാരിറ്റി ഉണ്ടോ, ഇത് ഫെയർ ആണോ, ആക്യുറേറ്റ് ആണോ, നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമോ, ബയസ് ഒന്നും ഇല്ലല്ലോ, യൂസ്ഫുൾ ആണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റീഇവാലുവേറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യണം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂബ്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റൂബ്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് ക്രൈറ്റീരിയ, പെർഫോമൻസ് ക്രൈറ്റീരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ലെവൽസ് സെറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ സെറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ടാബുലർ ഫോർമാറ്റിൽ, ടെന്റേറ്റീവ് റൂബ്രിക്സ് ഫോർമാറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് രണ്ടാമതും ഇതെല്ലാം ഓക്കെ ആണോ, ഫെയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ സ്റ്റെപ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ് ഈ റൂബ്രിക്സിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്താണ് ഗുണം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓർ വാട്ട് ആർ ദ യൂസസ് ഓഫ് റൂബ്രിക്സ്. റൂബ്രിക്സ് ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു ട്രാൻസ്പെറൻസി വരികയാണ് അല്ലെ, നമ്മൾ ചെയ്യുന്ന വർക്ക് എല്ലാം ട്രാൻസ്പെറന്റ് ആവുകയാണ്. അതേപോലെ വൺസ് ഈ റൂബ്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ. സോ ടൈം മാനേജ്മെന്റിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഈ റൂബ്രിക്സ് എന്ത് ചെയ്യാം, നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ടും കൊടുക്കാം അല്ലെ, ഇതുകൊണ്ടാണ് നിനക്ക് ഇവിടെ മാർക്ക് കിട്ടാഞ്ഞത് എന്ന രീതിയിൽ ഒരു നല്ല രീതിയിൽ ഒരു ഫീഡ്ബാക്ക് റൂബ്രിക്സ് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേ റൂബ്രിക്സ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കൺസിസ്റ്റൻസിയും വരുന്നുണ്ട്. സോ ഇതൊരു ബേസിക്കലി 4 യൂസേഴ്സ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല, ലിമിറ്റേഷൻ ഇല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ആഡ് ചെയ്യാം. അതായത് ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോയിന്റ് വൈസ് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ബേസിക് യൂസേഴ്സ് ആണ് പറയുന്നത്, ട്രാൻസ്പെറൻസി, കൺസിസ്റ്റൻസി, ഫീഡ്ബാക്ക് ആൻഡ് ടൈം. ഓക്കെ, ഇനി ദിസ് ഇസ് വാട്ട് ആൻ എക്സാമ്പിൾ ഫോർ എ റൂബ്രിക്സ്. ഇപ്പൊ നമ്മളൊരു ഓറൽ പ്രസന്റേഷന്റെ റൂബ്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ടാബുലർ ഫോർമാറ്റിലാക്കുന്നതും അതിന് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി, അതിനുള്ള നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു, എന്തൊക്കെയാണ് അതിൽ നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് നോക്കി. ഓക്കെ, ഏതൊക്കെയാണ് പോയിന്റ്സ് നമ്മൾ നോക്കേണ്ടതെന്ന് നോക്കി. അതേപോലെ അതിനുള്ള റൂബ്രിക്സ് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ആ റൂബ്രിക്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു, അതിനെല്ലാം ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, സോ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ നമ്മളൊന്ന് റീവാലുവേറ്റ് ചെയ്യാം. അതായത് ടേബിൾ ആർ ഫോർമാറ്റിലാക്കിയിട്ട് റീഇവാലുവേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യാം. സോ ദിസ് ഇസ് അബൌട്ട് റൂബ്രിക്സ്. ഓക്കെ.